നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും ശരീരം അതിൻ്റെ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കും. അത് ചെറിയ പനി മുതൽ വലിയ ക്യാൻസർ വരെ അതിൻ്റെ ലക്ഷണങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുറപ്പെടുവിക്കും. നമ്മുടെ ശരീരത്തിനെ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് എന്തോ പ്രശ്നമുണ്ട് എന്ന്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഇത് പറയാനായിട്ടുള്ള കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ, അതേപോലെ ലിവർ ക്യാൻസർ, ഇതിൻ്റെയൊക്കെ ഫൈനൽ സ്റ്റേജിലാണ് അത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ക്യാൻസറെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഡയഗ്നോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും. കാരണം അവരുടെ ആ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് പറ്റും നമുക്ക്. ഇനി ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വരെ സാധ്യതയുണ്ട്, സ്റ്റേജ് 1, സ്റ്റേജ് 2 അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ചില ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പലരും ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് ചെറിയ ഒരു പനി വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ജലദോഷം വരുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ വലിയ വലിയ മുഴകളോ അല്ലെങ്കിൽ വേദനകളോ വന്നിട്ടും അത് നിസ്സാരമാക്കി കരുതി ടെസ്റ്റ് ചെയ്യാതെ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് എന്താണ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്, ക്യാൻസർ ഉള്ള ഒരാൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നതെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് അറിഞ്ഞാൽ മാത്രമേ അത് ആദ്യമേ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇത് പേടിപ്പിക്കാനായിട്ടുള്ളൊരു വീഡിയോ അല്ല. അവെയർനെസ് നമുക്ക് കിട്ടിയിരിക്കണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള ഒട്ടുമിക്ക ആളുകളിൽ ഇപ്പോൾ പണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ റെയർ ആയിരുന്നു. അത് റോയൽ ഡിസീസ് ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇങ്ങനെയല്ല. ഇപ്പോഴത്തെ അവസ്ഥ നേരെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സ് സർക്കിൾസിലാണെങ്കിലും എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10-ൽ ഒരാളെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇന്നാൾ മരിച്ചു, ക്യാൻസർ കൊണ്ട് മരിച്ചു, ലിവർ ക്യാൻസർ കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, റെക്ടൽ ക്യാൻസർ ആയിരുന്നു, അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടാണ് അവർ അറിഞ്ഞത്, കീമോ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സയൻസ് നമ്മൾ അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലെ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരുപാട് മെലിഞ്ഞു പോവുക. ഡയബറ്റീസ്, ഷുഗർ ഉള്ളവർക്കും ശരീരം മെലിച്ചിലുണ്ടാവും. എന്നാൽ ഇതൊന്നുമില്ലാതെ, തൈറോയിഡ് ഇല്ല, ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കും മെലിഞ്ഞു പോകുന്ന ഒരു പ്രകൃതമുണ്ട്. ഇതൊന്നും ഇല്ലാതെ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് എന്നാണ് പറയുക. അതായത് യാതൊരു കാരണവും ഇല്ലാതെ, എന്നാൽ നല്ല തടിയുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു സായാഹ്നത്തിൽ 1-2 മാസത്തിൽ 10 കിലോ 7 കിലോളം ഒരു ഡയറ്റ് ഒന്നും എടുക്കാതെ തന്നെ ഒരു വെയിറ്റ് ലോസ് വരുന്നുണ്ട്, അവരുടെ ശരീരഭാരം കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ഉണ്ടോ എന്നുള്ളത് ആദ്യം ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ശരീരഭാരം കുറയാൻ കാരണം എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് വഴിയും സ്കാൻ വഴിയും അത് എക്സാമിൻ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഉചിതമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ ശരീരം അമിതമായിട്ട് ക്ഷീണമുണ്ടാവാം. ഈ വെയിറ്റ് ലോസിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ ക്യാൻസർ സെൽസ് വരുമ്പോൾ ക്യാൻസറിൽ 2 തരമുണ്ട്. അതായത് ട്യൂമർ എന്നുള്ള പോർഷൻ നമ്മൾ പറയും. ട്യൂമർ എന്ന് പറയുന്നത് ആ ഒരു അവയവത്തോടു കൂടി മാത്രം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബിനൈൻ കണ്ടീഷൻസ് ഉണ്ട് ചിലത്. ഇനി അതല്ല, ക്യാൻസറസ് ആയിട്ട് മെലിഗ്നൻറ്റ് സ്പ്രെഡിങ് ടൈപ്പ് ഉണ്ട്. അതായത് ഒരു അവയവത്തിൽ നിന്നും മറ്റ് അവയവങ്ങളിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള മെലിഗ്നൻറ്റ് എന്നുള്ളൊരു ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും മലിഗ്നൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നതിൻ്റെ സൈസ് വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കും. ചിലപ്പോൾ തുടക്കത്തിൽ ഒരു കടുകുമണിയോളം ചെറുതായിട്ടായിരിക്കും ആ ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് തുടങ്ങുന്നത്. പിന്നീട് അത് കോളിഫ്ലവർ പോലെ വലുതായിട്ട് അതിലും വലുതായി സ്പ്രെഡ് ചെയ്ത് മറ്റ് അവയവങ്ങളെ അത് പോയി തട്ടാനും അതേപോലെ ഞരമ്പുകളെ അത് കംപ്രസ് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ക്യാൻസറിൻ്റെ സിവിയർ സ്റ്റേജിൽ അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത്. അത് വെയിറ്റ് കുറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ അളവ് നമ്മുടെ ഹെൽത്തിന് മാത്രം നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഈ സെൽസ് ഇതും വളരാനായിട്ട് നമ്മുടെ ഊർജ്ജം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിന് ആവശ്യമുള്ള ഭക്ഷണം അത് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആയിട്ടുള്ള കൊഴുപ്പിൽ നിന്നൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് അത് വെയിറ്റ് ലോസ് എന്നുള്ളത് കണ്ടുവരുന്നത്. ഇനി വിശപ്പ് അധികം ഇല്ലാതിരിക്കുക, അതായത് എന്തെങ്കിലും ഒരു സ്ഥലം മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും നമ്മൾ യാത്ര ചെയ്തതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ടൈഫോയിഡ് ഫീവറോ അല്ലെങ്കിൽ പനിയോ അങ്ങനെ വന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാരണം വിശപ്പില്ലാതിരിക്കുക എന്നുള്ളതല്ല. കുറേ കാലമായിട്ട് തന്നെ 1-2 മാസമായിട്ട് തന്നെ വിശപ്പ് ഒട്ടുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഇനി അഥവാ കഴിക്കുകയാണെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് ഫില്ലാകത്തക്ക രീതിയിൽ അങ്ങനെ തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ലോസും ഉണ്ട്. അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, അതാണ് 3ാമത്തെ സൈൻ എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള ക്ഷീണം, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ എന്നും നല്ല ഉഷാറായി ജോലി ചെയ്തിരുന്ന വ്യക്തി പെട്ടെന്നൊരു സായാഹ്നത്തിൽ ക്ഷീണം അമിതമായിട്ട് അനുഭവപ്പെടുക. എത്ര ഉറങ്ങിയാലും
ഉറങ്ങാത്ത പോലെ തോന്നാം. ഇതൊക്കെ സാധാരണഗതിയിൽ വൈറ്റമിൻ ഡി കുറവുള്ളവർക്കും ഇത് കാണപ്പെടും. അപ്പം ഞാനിത് എടുത്ത് പറയാനുള്ള റീസൺ എല്ലാം ക്യാൻസറിൻ്റെ സൈൻ എന്നല്ല, എന്നാൽ ക്യാൻസർ ഉള്ളവർക്ക് ഈ ഇതിൽ ഇപ്പോൾ നമ്മൾ 10 എണ്ണം പറയുന്നതിൽ ഒരു 7 സയൻസ് ലക്ഷണങ്ങളെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇതിൽ 4ാമത് പറയുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്രസ്റ്റ് ക്യാൻസറാണ് അവർക്ക് വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 30 കഴിഞ്ഞ സ്ത്രീകൾ തന്നെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നുള്ളത് ചെയ്യണം. അതായത് എന്നും ഓരോ ആഴ്ചയ്ക്ക് ഒരിക്കൽ അവരുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ വല്ല വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ നിപ്പിൾസ് അത് ഉള്ളിലോട്ട് കടന്നിട്ടുണ്ടോ, എന്തെങ്കിലും മുഴകളുണ്ടോ, അല്ലെങ്കിൽ കക്ഷഭാഗത്ത് ആക്സിലയുടെ ഭാഗത്ത് എന്തെങ്കിലും മുഴകൾ വന്നിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഡിസ്ചാർജസ് ആയിട്ട് ഫ്ലൂയിഡ് എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നോക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാമോഗ്രാം ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അതേപോലെ തന്നെ 50 കഴിഞ്ഞ പുരുഷന്മാരിൽ കൂടുതലായിട്ടും ഇറക്റ്റൽ ക്യാൻസർ ചിലരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ മലദ്വാരം വഴി മോഷൻ പോകുന്ന ടൈമിൽ, അതായത് മലവിസർജനത്തിൻ്റെ സമയത്ത് രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് പൈൽസാണ് അല്ലെങ്കിൽ ഫിഷറാണ്, ഭക്ഷണം മാറി കഴിച്ചത് കൊണ്ടാണ് എന്ന് അതൊരു നിസാരവൽക്കരിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ 50 കഴിഞ്ഞ പുരുഷന്മാരിൽ മാക്സിമം ഈ ഒരു റെക്ടൽ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അപ്പം അവർക്ക് വേദനയൊന്നുമില്ല, തടിപ്പോ അങ്ങനെയൊന്നുമില്ല, എന്നാൽ ഇങ്ങനെ ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, കറുത്ത നിറത്തിൽ ബ്ലീഡിങ് പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫർദർ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതേപോലെ കഴല വീക്കം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ മുഴയ്ക്കുക, അങ്ങനെ കഴല വീക്കം ഉണ്ടാവുക എന്നുള്ളത് അതൊഴികെ ഒരു റീസണും ഇല്ലാണ്ട് തൊണ്ടയുടെ ഭാഗത്ത് അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ആക്സിലറി ഭാഗത്ത് അങ്ങനെ കഴല വീക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫർദർ ടെസ്റ്റിലോട്ട് നമ്മൾ കടക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ രക്തക്കുഴലുകളുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ലിംഫ് നോഡ് എന്ന് പറയുന്ന ഒരു കടല ഉള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും ആ അടുത്തുള്ള അവയവങ്ങളിൽ എന്തെങ്കിലും ഒരു ക്യാൻസറസ് സെല്ലിൻ്റെ ഗ്രോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നീർക്കെട്ട് പോലെ വരും, കടല വീങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തന്നെ ടെസ്റ്റ് ചെയ്ത് അറിയേണ്ട ആവശ്യമാണ്. അതേപോലെ വയറുവേദന ഫ്രീക്വൻ്റ് ആയിട്ട് അനുഭവപ്പെടാം. അപ്പോൾ അത് ഒരു പ്രാവശ്യം വയറുവേദന വരുമ്പോഴേക്കും ശരി, നമ്മൾ പെയിൻ കില്ലർ അങ്ങനെ വേദന സംഹാരികൾ വാങ്ങി കഴിച്ചു, പിന്നെയും അത് മാറുന്നില്ല, അങ്ങനെ 2ഉം 3ഉം തവണ റിപ്പീറ്റായിട്ട് ചെയ്തിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്കാൻ എടുത്ത് നോക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ആ വേദന വരുന്നത് എന്താണെന്നുള്ളത് നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം പൊതുവേ ക്യാൻസർ സെൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലല്ല വേദന വരുന്നത്, അതിൻ്റെ സിവിയാരിറ്റിയിൽ എത്തുമ്പോൾ, അതായത് അതിൻ്റെ ഗ്രോത്ത് വളർന്ന് പന്തലിക്കുമ്പോൾ അടുത്തുള്ള അവയവങ്ങളെയും അതേപോലെ തന്നെ ഞരമ്പ് നെർവ്സിനെയൊക്കെ അത് പ്രഷർ ചെലുത്തുകയും അത് കാരണം അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇടവിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടിവയറിലാണെങ്കിലും അതേപോലെ ബ്രസ്റ്റിലാണെങ്കിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വയറിൻ്റെ സംബന്ധിച്ചിടത്തോളം ലിവർ ക്യാൻസർ, പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട് ആളുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് ഇനി അതിൽ വല്ല മുഴയുണ്ടെന്നുണ്ടെങ്കിൽ അത് ബയോപ്സി എടുക്കാനും മടിക്കരുത്. കാരണം ചിലത് അതിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ബിനൈൻ ഗ്രോത്ത് ആയിരിക്കും, ചിലത് മാലിഗ്നൻ്റ് ആയിരിക്കും, അതും തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ തലവേദന, ഇപ്പോൾ തലവേദന മൈഗ്രെയിൻ ആണ് നമ്മൾ യൂഷ്വലി പറയാറ്. അതല്ലാണ്ട് ഒരു കാരണവും ഇല്ലാണ്ട് അമിതമായിട്ട് തലവേദനിക്കുക, അതുപോലെ തന്നെ ഛർദി കൂടുതലായിട്ടും വൊമിറ്റിങ് ഭയങ്കര തെറിച്ച് പോകത്തക്ക രീതിയിലുള്ള ഛർദി ഉണ്ടാവുക, പിന്നെ കണ്ണിൻ്റെ കാഴ്ച ക്രമേണ മങ്ങി വരുന്ന പോലെ, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി അഡിനോമ അങ്ങനത്തെ കേസുകളിലും കാണാറുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ റിപ്പോർട്ടുകളിൽ, ഇതും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആദ്യം റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ അവർ എല്ലാ ഗ്രോത്തിനെയും, അതായത് മെഡിക്കൽ ടേമിൽ പറയുന്നത് ഒരു സെൽസ് വളർന്ന് കുറച്ചൊരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അതിനെ ട്യൂമർ എന്നാണ് പറയുക. അപ്പോൾ എല്ലാ ട്യൂമറും ക്യാൻസർ, അതായത് സ്പ്രെഡായി ഉടനെ മരിക്കും എന്നുള്ള ടൈപ്പിലുള്ളതല്ല. ചിലപ്പോൾ ആ ട്യൂമർ അതിലോട്ട് മാത്രം ഒതുങ്ങി ചേരുന്നതായിരിക്കും. ഇപ്പോൾ പിറ്റ്യൂട്ടറി അഡിനോമ എന്ന് പറയുന്ന കേസൊക്കെ ഹോർമോൺ ഇംബാലൻസ് കാണപ്പെടും, അതായത് ഹൈ ലെവലിൽ പ്രൊലാക്റ്റിൻ്റെ ലെവൽ വളരെ കൂടുതലായിട്ട് തന്നെ അവർക്ക് കാണപ്പെടാറുണ്ട്. ചിലർക്ക് അത് വന്ധ്യതയ്ക്കും കാരണമാവാറുണ്ട്. ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 20 വർഷം 30 വർഷമായിട്ട് ചെറിയ തോതിൽ വളർന്ന് വലുതായതായിരിക്കും. പക്ഷേ അതിൻ്റെ ആ ഒരു സിവിയാരിറ്റിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള നെർവ്സിനെയോ ഞരമ്പുകളിനെയോ അത് കംപ്രസ് ചെയ്യുന്ന സമയത്ത്, പ്രഷർ വരുന്ന സമയത്തായിരിക്കും വേദനയായിട്ടും അതേപോലെ കണ്ണിൻ്റെ കാഴ്ച മങ്ങൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിട്ടൊക്കെ കണ്ടുവരുന്നത്. അത് പിന്നീട് നമ്മൾ MRI എടുത്തു കഴിയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിലെവിടെയാണ് ട്യൂമർ എന്താണെന്നുള്ളത്. അപ്പോൾ ട്യൂമർ എന്ന് കേൾക്കുമ്പോഴേക്കും പേടിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം പിറ്റ്യൂട്ടറി അഡിനോമയൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞവർ, സ്പ്രെഡ് ആകാത്ത ടൈപ്പിലുള്ളവർ,
എത്രയോ കാലം അതിനുശേഷം 20-30 വർഷം ജീവിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂമർ എന്ന് കേൾക്കുമ്പോഴേക്കും സാധാരണപ്പെട്ട ആളുകൾ നമ്മൾ പേടിക്കാറുണ്ട്. പക്ഷേ മെഡിക്കൽ ടേമിൽ ചെറിയ ഒരു മുഴ വന്നാലും അതിനെയും ട്യൂമർ എന്നാണ് പറയുക. ഇപ്പോൾ ലിപ്പോമ എന്ന് പറയും, നമ്മൾ കൊഴുപ്പിൻ്റെ കട്ടി, ചിലർക്ക് ജനറ്റിക്കലായിട്ട് തന്നെ ജനിതകപരമായിട്ട് തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് മുഴകൾ കാണും. അത് കൊഴുപ്പിൻ്റെ ഒരു കട്ടിയായിട്ടാണ് ലിപ്പോമ. അതിൻ്റെ ഫാറ്റിൻ്റെ ട്യൂമർ. ഈ ഓമ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ട്യൂമർ എന്നാണ്. അപ്പോൾ അത് കാണുമ്പോഴും ചിലരെ പേടിക്കും. ലിപ്പോമ, അത് ഓമ ട്യൂമറാണല്ലോ എന്ന് പറഞ്ഞ് പേടിക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം ജനിതകപരമായിട്ട് തന്നെ ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഇടിക്കുന്ന സമയത്ത് കൈ എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു മുഴ പെട്ടെന്ന് പുറത്തോട്ട് വരും. അപ്പോൾ എല്ലാ വളർച്ച കൂടിയ ഗ്രോത്ത് കൂടിയ എല്ലാ സെൽസിനെയും ട്യൂമർ എന്നാണ് പറയുക. അപ്പോൾ ആദ്യമേ ട്യൂമർ എന്ന് കേട്ടപാടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫർദർ ടെസ്റ്റുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഈ CA റെക്ടമൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതും നല്ല രീതിക്ക് ചികിത്സിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ്. അതായത് പേഷ്യൻസിനെയും ബുദ്ധിമുട്ടിക്കാതെ, അവരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ തന്നെ ചികിത്സ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു അവയർനെസ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഡോക്ടറെ ഇതൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല. എന്നാലും ഈ നമ്മൾ അവഗണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അമിതമായിട്ട് ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടാവുക, വേദനയില്ലാത്ത മുഴകൾ എവിടെയെങ്കിലും കാണപ്പെടുക, അത് ടെസ്റ്റ് ചെയ്യണം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് അതിൻ്റെ സൈസ് വലുതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ചുമ, കണ്ടിന്യൂസ് ആയിട്ട് ചുമ, കാലങ്ങളോളം ചുമച്ചുകൊണ്ടേയിരിക്കുക. അതായത് ഈ ചുമയോട് കൂടും തന്നെ കുറച്ച് ബ്ലഡ്, രക്തസ്രാവം ഉണ്ടാവുക, ചുമയ്ക്കുമ്പോൾ അതിലൂടെ രക്തം കാണപ്പെടാം, അമിത ക്ഷീണമുണ്ട്, എന്നാൽ അതിനൊരു ഫർദറായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അത് ബ്രോങ്കിയൽ കാർസിനോമയുടെ ലക്ഷണമാവാം. അപ്പോൾ ലങ്സിൻ്റെ, നമ്മുടെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ലക്ഷണമാകും. അത് ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നവർ, പുകവലിക്കുന്നവർക്ക് മാത്രം ആവണമെന്നില്ല, വേറെ പല കണ്ടീഷൻസിലും ഉണ്ട്. കാരണം ഈ ലങ് ക്യാൻസർ തന്നെ സ്മോൾ സെൽ ലങ് ക്യാൻസർ ഉണ്ട്, നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ എല്ലാം ഈ പുകവലി കാരണം എന്നല്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു ഡ്രൈ കഫ്, വരണ്ട ചുമ എല്ലാ ദിവസവും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. അതും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിക്ക് തന്നെ ട്രീറ്റ് ചെയ്ത് ചിലത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും സിവിയാരിറ്റിയിലോട്ട് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മുടെ ശരീരം എന്താണ് പറയുന്നത് എന്ന് അതിനൊന്ന് കാതോർത്ത് ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ രാത്രികളിൽ ചിലർക്ക് പനി, ഇടവിട്ട് പനി വരിക, ഇത് ടൈഫോയിഡിലുണ്ടാവും, വൈറൽ ഫീവർ ഉണ്ടാവും. ഇനിയിപ്പോൾ മഴ സീസണാണ്, അപ്പോൾ എല്ലാവർക്കും പനി വരുന്നത് കൊണ്ട് അത് ക്യാൻസർ അങ്ങനെയല്ല. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ മാത്രം മേല് ചൂട് കൂടി വരിക, അത് 2 ആഴ്ച 3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരിക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ 10 ലക്ഷണങ്ങളിൽ 7 ലക്ഷണങ്ങളോളം അമിതമായിട്ടുള്ള ഭാരം കുറയുക, ക്ഷീണം അനുഭവപ്പെടുക, ചിലർക്ക് HB ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അനീമിക് കണ്ടീഷൻ അങ്ങനത്തെ ഇതുണ്ടാവുക, പിന്നെ സോഡിയം പൊട്ടാസ്യം ലെവൽ അതിൻ്റെ ഒരു വേരിയേഷൻ കാണപ്പെടുക. ഇതെല്ലാം തന്നെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പനിയുണ്ട്, ഇടവിട്ട് രാത്രി വരുന്നുണ്ട്, ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. നല്ല ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഉടനെ തന്നെ നമുക്ക് പല കാര്യങ്ങളും, ഞാൻ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ക്യാൻസർ, അതേപോലെ റെക്ടൽ ക്യാൻസർ, ഇതൊക്കെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ അത്രയും കാലം പേടിച്ചിട്ട് ഇനി അത് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് എടുക്കാതിരിക്കുക, അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ CA സ്റ്റൊമക്ക്, ചിലർക്കെങ്കിലും ഇപ്പോൾ നെഞ്ചെരിച്ചിൽ, പുളിച്ചു തേട്ടൽ അങ്ങനെ വരുമ്പോൾ, ഭയങ്കര എരിച്ചിൽ കൂടുമ്പോൾ എന്തായാലും ചിലർ എൻഡോസ്കോപ്പി ചെയ്യും. ഇപ്പോൾ H. pylori ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസറും നമുക്ക് ഇതേ സിംറ്റംസ് പോലെയൊക്കെ തോന്നിക്കും. അപ്പോൾ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിലെന്തെങ്കിലും പോളിപ്പോ, ചിലർക്ക് ചെറിയ തോതിലുള്ള മുഴകൾ കാണപ്പെടും, അത് പോളിപ്പ് എന്നാണ് പറയുക. റെക്ടൽ പോളിപ്സ് ആയിട്ടും അല്ല, നമ്മുടെ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അന്നനാളത്തിൽ ചെറിയ പോളിപ്പുകൾ വരാറുണ്ട്. അപ്പോൾ അത് ഫർദറായിട്ട് ബയോപ്സിക്ക് വിടാറുണ്ട്. അപ്പോൾ ബയോപ്സിക്ക് വിടുമ്പോൾ നമ്മൾ ഉടനെ ബയോപ്സി എന്ന് പറയുമ്പോഴേക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് അത് ഒന്നുമില്ല, അതിലോട്ട് തന്നെ ഒതുങ്ങി നിൽക്കുന്നതാണ്, ക്യാൻസറസ് ടൈപ്പ് അല്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ ടെസ്റ്റുകൾ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ഗവനിക്കാതെ വിടരുത്, അത് ശ്രദ്ധിക്കാം. ഈ 10 ലക്ഷണങ്ങളിൽ 7 8 ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ട് ഫർദർ ടെസ്റ്റുകൾ എടുത്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊരു അവയർനെസ് എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഈ ലക്ഷണങ്ങൾ, ഈ 1 2 ലക്ഷണം വന്നു, തലവേദന വന്നു, അത് മൈഗ്രെയിൻ മുന്നേ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ കാരണമായിരിക്കാം എന്ന് വെച്ച് നിങ്ങൾ പേടിച്ച് ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഇത് അവയർനെസ്സിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.